ക്യാരറ്റും മുട്ടയും വെച്ചിട്ട് നല്ല അടിപൊളി റെസിപ്പി ഉണ്ടാക്കിയാലോ. ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് ചെയ്ത് വെക്കാനോ അതുപോലെ തന്നെ നമുക്ക് എവിടെയെങ്കിലും വിരുന്നൊക്കെ പോകുന്ന സമയത്ത് കൊണ്ടുപോകാനൊക്കെ പറ്റിയ നല്ല അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കൂ. അതുപോലെ തന്നെ വൈകുന്നേരം ചായക്ക് കുട്ടികൾക്കൊക്കെ എളുപ്പത്തിൽ ചെയ്ത് കൊടുക്കാൻ പറ്റിയ നല്ല അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് കാണിച്ചു തരാം. അതിന് മുമ്പായിട്ട് നമ്മളെ വീഡിയോ കാണുന്നവരില്ലേ, വീഡിയോ ഒക്കെ മറന്നു പോകാണ്ട് ഒരു ലൈക്ക് തരണം കേട്ടോ. അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു കമൻസ് ഇടണേ, ഒരു ഹാർട്ടോ ഒരു സ്മൈലോ എന്തെങ്കിലും ഒരു കമൻറ്റ് ഇട്ടാൽ മതി കേട്ടോ. പിന്നെ ഫേസ്ബുക്ക് കാണുന്നവർ ഒന്ന് ഫോളോ ചെയ്യാൻ മറന്നു പോകരുതേ. ആദ്യം തന്നെ ക്യാരറ്റ് ഒന്ന് തൊലിയൊക്കെ കളഞ്ഞിട്ട് നമുക്കൊന്ന് ക്ലീൻ ആക്കി എടുക്കണം. ഞാൻ ഇത്രയും ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഏകദേശം 1/2 കിലോൻ്റെ അടുത്തുണ്ടാവും കേട്ടോ ക്യാരറ്റ്. പിന്നെ നിങ്ങൾക്ക് 2 ക്യാരറ്റ് കൊണ്ടൊക്കെ ചെയ്യാം കേട്ടോ. അങ്ങനെ ഇതിനളവും കാര്യങ്ങളൊന്നുമില്ല, ഒരു സുമാറ് കണക്കിന് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതാ ഇതിൻ്റെ തൊലി ഭാഗമൊക്കെ മുഴുവനായിട്ട് ഞാൻ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കട്ട് ചെയ്തിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ ഇതുപോലെയാണ് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നത്, എളുപ്പത്തിൽ തന്നെ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഏത് ഷേപ്പിലും കട്ട് ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ ഇതേപോലെ മുഴുവനായിട്ട് ഞാൻ കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കതൊന്ന് വേവിക്കാൻ വെക്കാം. ഇനി നമുക്ക് വേണ്ടത് മക്രോണിയാണ്. ഏകദേശം ഒരു 300 ഗ്രാം മക്രോണി ഇതിലേക്ക് എടുക്കുന്നുണ്ട്. മക്രോണി ഞാനൊന്ന് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ വേവിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് തിളച്ചതിന് ശേഷം നമുക്കതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഒട്ട് പിടിക്കാണ്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ ക്യാരറ്റ് ഊറ്റിയ വെള്ളമില്ലേ അതിൽ തന്നെയാണ് കേട്ടോ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് മക്രോണി വേവിക്കുന്നത്. അതാണ് ക്യാരറ്റ് അതിൽ കാണുന്നത് കേട്ടോ. എന്നിട്ട് ഇത്തിരി വെളിച്ചെണ്ണയും അതുപോലെ തന്നെ പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വേവിക്കുന്നുണ്ട്. നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം എന്നിട്ട് മൂടി വെച്ച് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കാം. ഇനി ഞാനിവിടെ ഒരു മിക്സിൻ്റെ ജാറ് എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ വേവിച്ച് വെച്ച ക്യാരറ്റ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം പോകണം കേട്ടോ, ഈ ഒരു ക്യാരറ്റിൻ്റെ, എന്നാലാണ് ടേസ്റ്റ് ഉണ്ടാവുക. നമ്മൾ വേവിച്ചിട്ട് പച്ചമണം പോകണം കേട്ടോ. എന്നിട്ട് ഇത് മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് പഞ്ചസാര കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ചേരുന്നത് കൊണ്ട് തന്നെ കുറച്ചധികം തന്നെ ഞാൻ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഏലക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനിയിപ്പം പഞ്ചസാര കൂടുതൽ ചേർത്ത് എന്നും പറഞ്ഞ് പൊങ്കാലിടാൻ വരരുത് കേട്ടോ. കാരണം നമുക്ക് ഓരോരുത്തർക്കും ഓരോ മധുരമായിരിക്കുമല്ലോ ഉള്ളത്. അപ്പം അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. അപ്പം അതാ ഏലക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നല്ല നെയ്യ് ചേർത്ത് കൊടുക്കാം. നല്ല നെയ്യ് 1 ടീസ്പൂൺ അളവിൽ മാത്രം മതിയാവും കേട്ടോ. അതും കൂടി ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് 10 മുട്ട ഇതിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. അപ്പം മുട്ട 10 ഞാൻ പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കിതൊന്ന് പേസ്റ്റ് പോലെ നല്ലോണം അരച്ചെടുക്കണം. ഇതിൽ ക്യാരറ്റിൻ്റെ അംശമൊന്നും ഉണ്ടാകാൻ പാടില്ല കേട്ടോ. ക്യാരറ്റ് നല്ലോണം ഒന്ന് അരിഞ്ഞ് വന്നോട്ടെ. ഇനി ഒരു പാനൊന്ന് അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് നല്ല നെയ്യ് തേച്ച് കൊടുക്കുന്നുണ്ട്, അടി പിടിക്കാണ്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മൾ അടിച്ചു വെച്ച കൂട്ടില്ലേ അത് ഇതിൻ്റെ അടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് മാത്രം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നമുക്ക് ഇതേപോലെയാണ് കേട്ടോ കിട്ടേണ്ടത്. കണ്ടില്ലേ, ഒട്ടും കഷ്ണങ്ങളൊന്നും ഇല്ല കേട്ടോ. നല്ലോണം അടിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് ഭാഗം ഇതിൻ്റെ അടിഭാഗത്തായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഞാൻ മക്രോണി വേവിച്ചിട്ട് വെച്ചിന് കേട്ടോ, ഊറ്റി വെച്ചതാണ്. എന്നിട്ട് ഈ ഒരു മക്രോണി നമുക്കിതിൽ ഇട്ട് കൊടുക്കാം. കുറേശ്ശെ ഇട്ട് കൊടുക്കുക. എന്നതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് ഒരു ലെയറും കൂടി ഒഴിച്ച് കൊടുക്കാം. നിങ്ങൾക്ക് ഒന്നായിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക. ഇങ്ങനെ ആവുന്ന സമയത്ത് എല്ലാ ഭാഗത്തും മക്രോണിയും ഒരേപോലെ എത്തും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ്. ഇനി ഇതാ കുറച്ച് മുട്ടൻ്റെ കൂട്ടിട്ട് കൊടുക്കുക, ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് മക്രോണി ഇട്ട് കൊടുക്കുക. ഇങ്ങനെ മുഴുവനായിട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. തീരുന്നത് വരെ ഇതേപോലെ ചെയ്താൽ മതി. പിന്നെ നമ്മൾ എടുക്കുന്ന സമയത്ത് മുട്ട കുറച്ച് അതുപോലെ തന്നെ മക്രോണി കൂടുതലാവാൻ പാടില്ല കേട്ടോ. എന്താ ഇതേപോലെയാണ് നമുക്ക് കിട്ടേണ്ടത്. എല്ലാ ഭാഗത്തും ഒരേ പോലെ നിൽക്കണം കേട്ടോ. ഇനി ഇത് നമുക്ക് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കുക. ഇനി അടിഭാഗത്തായിട്ട് ഒരു തട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക കുറച്ച് നേരം. എന്നിട്ട് ഇതിൻ്റെ മൂടി അതിൻ്റെ ഹോളില്ലേ അത് അടച്ച് വെക്കണേ. എന്നതിന് ശേഷം ഞാനൊരു
45 മിനിറ്റ് അങ്ങനെ വേവിച്ചെടുത്തതാണ് കേട്ടത്, ലോ ഫ്ലെയിമിലിട്ടിട്ട്. അപ്പം നമ്മളെ മക്രോണി ക്യാരറ്റ് പോള ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ഇതൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ചൂടോടിക്കാണ് കേട്ടോ ഞാൻ മാറ്റുന്നത്. അപ്പോൾ നിങ്ങൾ ചൂട് തണിഞ്ഞതിന് ശേഷം മാത്രം തട്ടി കൊടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ, അല്ലെങ്കിൽ അടിഭാഗം പൊളിഞ്ഞ പോലെ ആയിപ്പോവും കേട്ടോ. അപ്പോൾ ചെറിയൊരു പണി എനിക്ക് കിട്ടീന്. അപ്പോൾ ഇത് മുകൾ ഭാഗമൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. വേവൽ വെന്തിട്ടുണ്ട്, പക്ഷേ അടിഭാഗം ഒരു ചെറിയൊരു പൊളിഞ്ഞ പോലെ ആയിപ്പോയി കേട്ടോ. അപ്പം നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇത് വെറുതെ കുത്തിരിഞ്ഞ് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എവിടേക്കും കൊണ്ടുപോകാന്ന് വെച്ചാൽ ചൂടൊക്കെ നല്ലോണം ആറിയതിന് ശേഷം തട്ടി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുതേ. അപ്പോൾ ഇവിടെ നമ്മുടെ മക്രോണി ക്യാരറ്റ് പോള ഇവിടെ റെഡി ആയിട്ടുണ്ട്.